പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പടവലങ്ങ ഒരുപാട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പടവലങ്ങ കായ്ച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു 2 വള്ളി പടവലങ്ങയാണ് ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആദ്യമുള്ള കായകളാണ് ഈ കാണുന്നത് കേട്ടോ. അതൊക്കെ പടവല നിറയെ കായാണ് കേട്ടോ. ഇതിങ്ങനെ കായ്ക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നല്ല അത്യുൽപാദന ശേഷിയുള്ളൊരു വിത്തിനം തന്നെയാണിത്. പക്ഷേ നമ്മൾ ആദ്യത്തെ അത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല ആദ്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഉള്ളതൊക്കെ നല്ല വലിപ്പമുള്ള പടവലങ്ങ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇത് നിറയെ പടവല തന്നെയാണ്. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഇതിലുണ്ടാകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറയെ ഉണ്ട്. അതിൻ്റെ ഈ പന്തലിൻ്റെ മുകളിലൊക്കെ നല്ല ചാഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിച്ചിട്ടില്ല. അപ്പോൾ ഇടഭാഗത്തൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് ഇത് ഒന്നായിട്ട് ഇതുപോലെ വലിയ വലിപ്പമുള്ളതാവും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നമ്മളെ കോവക്ക കേട്ടോ. കോവക്ക നമ്മൾ ചെറിയൊരു കമ്പ് ഇതായിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കോവക്ക കായ്ച്ചിരിക്കണം കണ്ടില്ല. അത് നിറയെ കോവക്ക കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് കോവക്ക. ഇവിടെ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്, പിന്നെ ആ ഭാഗത്ത് ഉള്ളിൽ, പിന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെയൊക്കെ കോവക്ക എല്ലാം കായ്ച്ചിരിക്കണം. ഇത് നല്ല കായ്ക്കണ ഒരു വിത്തിനം തന്നെയാണിത്. ഇവിടെയൊക്കെ ചെറിയത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ ഇത് കോവക്കയാണ് കായ്ച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കോവക്കയും പടവലങ്ങയൊക്കെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ഒരു ചായ മനസ്സാറിൻ്റെ തൈകൾ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിലത്ത് പൊന്നാങ്കണ്ണി ചീരണ്ട് ഇവിടെ. ഇത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈയാണ് കേട്ടോ. ഇപ്പോൾ കായ ഉണ്ടായിരുന്നത് ഇപ്പോൾ പഴുത്തിട്ട് നമ്മൾ പറിച്ച് കുറച്ചിട്ടോ. ഈ അവിടെയൊക്കെ ഓരോ കായകൾ, പിന്നെ ഇത് ചെറിയ കായകൾ ഇതിന്മേൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്ലാവുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ കോവക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. കോവക്ക ഇപ്പോൾ പച്ചക്കറി ഏകദേശം നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ അത് വഴുതനങ്ങ ഉണ്ട് കേട്ടോ. സോറി പറഞ്ഞിട്ട് കിട്ടായിട്ട് വഴുതനങ്ങ ഉണ്ട്. അതുപോലെ ഇവിടെ വേണ്ടിയില്ലേ, ഇതിലൊക്കെ നിറയെ വഴുതനങ്ങയാണ് കായ്ച്ചിരിക്കണം കേട്ടോ. ഇവിടെ ഈ ഭാഗത്തൊക്കെ വഴുതനങ്ങ, നല്ല വഴുതനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാഴ ഉണ്ട്. വാഴ അത് നമ്മൾ ഈ ഒരു തെങ്ങ് ആദ്യമായിട്ട് ഇത് കായ് വന്നതാണ് കേട്ടോ. നമ്മളവിടെ അതിന് ചൊട്ട ഇടുക എന്ന് പറയാം. ആദ്യമായിട്ട് കായ്ക്കണ അതിന് 2 കൊലുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് പൂക്കൊലുണ്ട് കേട്ടോ. ആ വലിയൊരു തെങ്ങുമ്മ നല്ല തേങ്ങ ഉണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് പ്രാവശ്യം കായ്ച്ചതാണ്. പിന്നെ 2 തെങ്ങ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഒരു തൈ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു തൈ അവിടെ ഈ പന്തലിൻ്റെ അടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അത് തണലിന് ഒരു നല്ല കാര്യം തന്നെയാണ് അത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു മുരിങ്ങ മരം ഉണ്ട്. ഇത് കായ്ക്കണ മുരിങ്ങയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു മുരിങ്ങ മരം. ഇതിലൊക്കെ കായ ഉണ്ടാകണം. ഇപ്പോൾ കായ ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നനക്കാൻ പാടില്ല. മുരിങ്ങ കായ ഉണ്ടാകുന്ന സമയത്ത് അത് നനച്ചതുകൊണ്ടാണ് അതിന് കായ ഇല്ലാത്തത്. അതുപോലെ തന്നെ ഇവിടെ വഴുതനങ്ങൻ്റെ തൈകളും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചീര, ഇത് കൊഴിച്ചീര, നമ്മൾ പൂവുണ്ടാകുന്ന ചീര കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ആ ഭാഗത്ത് കരിമ്പുണ്ട്. കരിമ്പ് ഞാൻ ഇന്നാളൊന്ന് കാണിച്ചത് നല്ല വലിയ കരിമ്പാണ് കേട്ടോ. ഇങ്ങനെ വെട്ടാനാവണുള്ളൂ. വെട്ടിയിട്ട് കുട്ടികളിങ്ങനെ വെട്ടണം എന്നിങ്ങനെ പറയണുണ്ട്. അപ്പോൾ നമുക്കത് വെട്ടി കൊടുക്കണം. നല്ല വേണ്ടിയില്ലേ, നല്ല വണ്ണമുള്ള കരിമ്പാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചെന്ന്. ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അമരാത്ത അത്ര വണ്ണമുള്ള കരിമ്പാണ് കേട്ടോ. നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ വണ്ണം നമുക്ക് മനസ്സിലാവുള്ളൂ. വേണ്ടിയില്ല, ഞങ്ങൾ എങ്ങനെ ആയാലും ഇത് പിടിച്ചാൽ പിടിയാൻ പറ്റില്ല. അത്ര വണ്ണമുള്ള നല്ലൊരു കരിമ്പാണ് കേട്ടോ. ഇതിൻ്റെ മറ്റേ ആദ്യം വെച്ച കരിമ്പ് ഒരുപാട് വലുതായിട്ടുണ്ട്. അത് ഏതായാലും വെട്ടാനായിട്ടുണ്ട്. ഒരു 8-10 ദിവസത്തിൻ്റെ ഉള്ളിൽ അത്
വെട്ടും. പിന്നെ ഇവിടെ തക്കാളി ഉണ്ട്. ഈ തക്കാളിക്കൊരു കേടാണ് കേട്ടോ. പഴുക്കണ ആ സമയത്ത് അതാണ്ട് ചീഞ്ഞു പോവുകയാണ് ഈ തക്കാളി. ആയാലും അവിടെ കളയണില്ല, അവിടെ നിർത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഈ ഇതുണ്ടല്ലോ, എന്താണ് ഈ പറയുക, ഏലത്തുമ്മ നല്ല കായകളുണ്ട് കേട്ടോ. ഏലക്ക നല്ല ഇവിടെ ഇത് കണ്ടില്ലേ, നല്ല ഏലം, നല്ല കായകളുണ്ട്. ഇത് കണ്ടോ, ഇത് ഏലം ഇവിടെ ഇതിന് നിറച്ച് ഏലത്തിൻ്റെ തൈകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടി കൊണ്ടുപോകുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കറുമത്തി മരം, അതായത് പപ്പായ മരമുണ്ട് ഇവിടെ കേട്ടോ. അത് നമ്മൾ ഈ ഏലത്തിന് പിന്നെ തണലായിട്ട് വെച്ച് കൊടുത്താണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നമസ്കാരം.